നമസ്കാരം. പാകിസ്ഥാന്റെ നെറുകേടിൽ ലോകം രോഷം കൊള്ളുകയാണ്. നെറികെട്ട ഭരണകൂടത്തിന് കീഴിൽ ജനം ഞെരിഞ്ഞമരുകയാണ്, പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ. ഇപ്പോഴിതാ മതത്തിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങൾ അക്രമങ്ങൾ നേരിടുന്നുവെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ് തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുന്നുവെന്ന വിവരം പുറത്തുവരികയാണ്. ന്യൂനപക്ഷങ്ങൾ ദിവസവും കൊല്ലപ്പെടുകയാണ്. ഒരു മതന്യൂനപക്ഷങ്ങളും പാകിസ്ഥാനിൽ സുരക്ഷിതമല്ല. മുസ്ലിങ്ങളിലെ ചെറുവിഭാഗങ്ങൾ പോലും സുരക്ഷിതരല്ല എന്നും ഖവാജ ആസിഫ് സമ്മതിച്ചു എന്നതാണ് ഹൈലൈറ്റ്. അതേസമയം ആക്രമണങ്ങളുടെ ഇരകളിൽ അധികവും മതനിന്ദ ആരോപണവുമായി ബന്ധമില്ലാത്തവരാണെന്നും വ്യക്തിവിരോധത്തിന്റെ പേരിലാണ് ഇവർ വേട്ടയാടപ്പെടുന്നതെന്നും ഖവാജ പറയുന്നുണ്ട്. പക്ഷേ ന്യൂനപക്ഷങ്ങളായ സഹോദരി സഹോദരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും രാജ്യത്ത് ഭൂരിപക്ഷ വിഭാഗങ്ങളെ പോലെ ജീവിക്കാൻ അവർക്കും അവകാശമുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ മതന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്ന് പ്രതിരോധ മന്ത്രി തന്നെ തുറന്നു സമ്മതിക്കേണ്ട ഗതികേടാണ് പാകിസ്ഥാൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഭരണഘടനാപരമായ സുരക്ഷകൾ ഉണ്ടായിരുന്നിട്ടും ഇസ്ലാമിലെ ചെറിയ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളും പാകിസ്ഥാനിൽ സുരക്ഷിതരല്ല എന്നാണ് ആസിഫ് തറപ്പിച്ചു പറഞ്ഞത്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളുടെ ആവശ്യകത അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. ചെറിയ മുസ്ലിം വിഭാഗങ്ങൾ പോലും പാകിസ്ഥാനിൽ ഒട്ടും സുരക്ഷിതരല്ല, പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ട്. ഇത് ഏറ്റവും അപമാനകരമായ ഒരു സാഹചര്യമാണ് എന്നും മന്ത്രി പറയുന്നുണ്ട്. ഭരണഘടന ന്യൂനപക്ഷ അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും വിവിധ സ്ഥലങ്ങളിൽ അക്രമ സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് പാകിസ്ഥാൻ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്നിവയിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനിലെ ഹിന്ദുക്കളും സിഖുകാരും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളും നിർബന്ധിത മതപരിവർത്തനങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകങ്ങൾ, അവരുടെ മതസ്ഥലങ്ങളിൽ ആക്രമണം നേരിടുക എന്നിവ ഉൾപ്പെടെയുള്ള നിരന്തരമായ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. പാകിസ്ഥാനിൽ മതപീഡനം വലിയ രീതിയിലാണ്. അതിലേക്ക് വരികയാണെങ്കിൽ വിവിധ പ്രദേശങ്ങളിൽ സംഭവങ്ങൾ വ്യാപകമാണ്. ഇത് അപകടകരമായ സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ മതപരമായ ആചാരങ്ങൾ, വിദ്വേഷ പ്രസംഗങ്ങൾ, മതവിശ്വാസങ്ങളാൽ നയിക്കപ്പെടുന്ന അക്രമാസക്തമായ ആക്രമണങ്ങൾ എന്നിവയിൽ നിയമപരമായ നിയന്ത്രണങ്ങൾ ഉൾക്കൊള്ളുന്ന കാര്യമായ പീഡനങ്ങൾ അഹമ്മദിയ സമൂഹം നേരിടുന്നുണ്ട്. ക്രിസ്ത്യാനികൾ തൊഴിലും വിദ്യാഭ്യാസവും പോലെയുള്ള വിവിധ ഇടങ്ങളിൽ വലിയ വിവേചനമാണ് നേരിടുന്നത്. കൂടാതെ ആൾക്കൂട്ടാക്രമത്തിലേക്കും പള്ളികളുടെ ആക്രമണത്തിലേക്കും ഒക്കെ നയിക്കുന്ന ദൈവദൂഷണ ആരോപണങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. ഇത് അവരെ വലിയ രീതിയിലുള്ള പീഡനങ്ങൾക്കാണ് വിധേയരാക്കുന്നത്. ദൈവനിന്ദയുടെ സമീപകാല കേസ് പരിശോധിക്കുകയാണെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തെ അവഹേളിച്ചു എന്നാരോപിച്ച് പാകിസ്ഥാനിലെ സ്വാത്ത് മേഖലയിൽ ജനക്കൂട്ടം ഒരാളെ തല്ലിക്കൊന്നു. സിയാൽകോട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരി എന്ന് കരുതപ്പെടുന്ന വ്യക്തിയെ ജനക്കൂട്ടം ജീവനോടെ ചുട്ടുകൊല്ലുന്നത് സോഷ്യൽ മീഡിയയിലധികം പ്രചരിച്ചിരുന്നു. ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട യുവതികളും പെൺകുട്ടികളും ഹീനമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയരാകുന്നതും അത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ ശിക്ഷിക്കാതിരിക്കുന്നതും ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല, അത് വെച്ചുപൊറുപ്പിക്കാനുമാകില്ല. മതന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള പെൺകുട്ടിയുടെ നിർബന്ധിത വിവാഹങ്ങളും മതപരിവർത്തനങ്ങളും കോടതികൾ സാധൂകരിക്കുകയാണ്. ഇരകളെ തട്ടിക്കൊണ്ടുപോയ സാഹചര്യത്തിൽ അവരുടെ മാതാപിതാക്കൾക്ക് തിരികെ നൽകാൻ അനുവദിക്കുന്നതിന് പകരം തട്ടിക്കൊണ്ടുപോയവരുടെ കൂടെ തന്നെ താമസിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് അധികൃതർ. അതിനെ ന്യായീകരിക്കാൻ പലപ്പോഴും മതനിയമം വരെ പ്രയോഗിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പ്രണയവിവാഹങ്ങളുടെ മറവിൽ പോലീസ് കുറ്റകൃത്യങ്ങൾ തള്ളിക്കളയുന്നതിനാൽ കുറ്റവാളികൾ പലപ്പോഴും രക്ഷപ്പെടുകയാണ്. മതപരമോ സാംസ്കാരികമോ ആയ കാരണങ്ങളാൽ ശൈശവ നിർബന്ധിത വിവാഹങ്ങൾ ന്യായീകരിക്കാനാകില്ലെന്നാണ് വിദഗ്ധർ ഊന്നിപ്പറഞ്ഞത്. അന്താരാഷ്ട്ര നിയമപ്രകാരം ഇര 18 വയസ്സിന് താഴെയുള്ള കുട്ടിയായിരിക്കുമ്പോൾ സമ്മതം അപ്രസക്തമാണെന്ന് അടിവരയിട്ട് പറയണം. പാകിസ്ഥാൻ അധികാരികൾ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുകയും വേണമെന്നാണ് വിദഗ്ധർ ഒരേ സ്വരത്തിൽ പറയുന്നത്. ക്രിസ്ത്യൻ, ഹിന്ദു സമുദായങ്ങളിൽപ്പെട്ടവരോ അല്ലെങ്കിൽ മറ്റു മതങ്ങളും വിശ്വാസങ്ങളും ഉൾപ്പെടെ എല്ലാ സ്ത്രീകളോടും പെൺകുട്ടികളോടും വിവേചനമില്ലാതെ പെരുമാറണം. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും കുട്ടികളുടെ നേരത്തെയുള്ളതും നിർബന്ധിതവുമായ വിവാഹം, ന്യൂനപക്ഷ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, കടത്തൽ എന്നിവയ്ക്കെതിരെ നിലവിലുള്ള നിയമ പരിരക്ഷകൾ നടപ്പിലാക്കാനും രാജ്യത്തിന്റെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ ബാധ്യതകൾ ഉയർത്തിപ്പിടിക്കാനുമാണ് പാകിസ്ഥാനോട് UN ആവശ്യപ്പെട്ടത്. എന്തായാലും പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫിന്റെ ഏറ്റുപറച്ചിൽ വലിയ ശ്രദ്ധയാണ് നേടുന്നത്. പുറമെ വെള്ളപൂശുന്ന പാകിസ്ഥാന്റെ പൊയ്മുഖം പുറത്തു വന്നു എന്ന് തന്നെ പറയാം. ന്യൂനപക്ഷങ്ങൾക്കെതിരെ അഴിച്ചുവിടുന്ന അക്രമങ്ങൾ ഭരണകൂടം വെറുതെ നോക്കുകുത്തിയായി നോക്കിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ന്യൂനപക്ഷങ്ങളും മനുഷ്യരാണ് എന്ന യാഥാർത്ഥ്യം പാകിസ്ഥാൻ ഭരണകൂടം മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു എന്നതാണ് പറയാനുള്ളത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പീഡനങ്ങൾ ഇനിയെങ്കിലും നിർത്തിയില്ല എങ്കിൽ പാകിസ്ഥാന് മേലുള്ള കരിനിഴൽ കൂടുതൽ ശക്തമാകും എന്നതാണ് പറയേണ്ടത്.